തോന്നിയതുപോലെയാണ് ആളുകൾ വിളിച്ചു പറയുന്നത്. ആദ്യത്തെ കമന്റ്, വീണ്ടും വീണ്ടും നാറി, ഒരു മാന്യത വേണ്ടേ, ആ അമ്മ കാണാതെ എങ്കിലും. അടുത്തതാണ്, ഇവനെയൊക്കെ ജയിപ്പിച്ചു വിട്ടവരെ പറഞ്ഞാ മതി ശരിക്കും തന്തയില്ലായ്മ. കമന്റ്, വളരെ മോശം, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ചാണകം, അമ്മേ മാപ്പ്. അടുത്ത കമന്റ് ആണ്, ഉന്നത കുലജാത ആയിരുന്നെങ്കിൽ. എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. ചങ്ങായിമാർ, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചുതരാം. നമ്മളെ കേന്ദ്രമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി സാർ ഇന്നലെ കാണിച്ച ഒരു മഹത്തായ കാര്യത്തിന്റെ മഹത്തായ വീഡിയോ. അമ്മ, ഒരു പ്രായമായ അമ്മ പോയി സുരേഷ് കൈ പിടിച്ചതിന് ശേഷം പിന്നെ കണ്ടത് ചരിത്രം. കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, സുരേഷ് അണ്ണൻ ആ കൈ വെള്ളം വാങ്ങിട്ട് കഴുകിയത്. സുരേഷ് ഏട്ടന്റെ കൈ കേട്ടാ, അമ്മേന്റെ കൈയില്ല, സുരേഷ് ഏട്ടന്റെ കൈ. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അങ്ങനെയൊക്കെ വഴിയില്ലോ. പോയി ചത്തുടടാ. എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാ അലവലാദികളെ. ഞാൻ വഴിയോളാം. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു, ഒരു പോലീസുകാരനും പറഞ്ഞില്ല. ആ കൈ കഴുകിയതിനു ശേഷം അതേ സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്താണിത്? ഞാൻ കൈയൊക്കെ കഴുകിയിട്ടാ എടുത്തു. ഞാൻ കൈയൊക്കെ കഴുകിയിട്ടാ എടുത്തു. എന്റെ പൈസ പോയി. ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ തട്ടിപ്പുകാരനും ബ്ലൈഡ് മാഫിയക്കാരനുമായി. നിങ്ങൾ കണ്ടില്ലേ, അദ്ദേഹം കൈ കഴുകിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. കാരണം എന്താ, ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലേക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കേ.